Hi friends. Actually, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളിലൊന്നാണ് നമുക്ക് എത്ര MBPS പ്ലാൻ എടുക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം നിലവിൽ 1 Gbps വരെയുള്ള ഇൻ്റർനെറ്റ് ഒട്ടുമിക്ക എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് എത്ര MBPS പ്ലാൻ എടുക്കണം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട് നമുക്ക് എത്ര റിക്വയർമെൻറ്റ് ഉണ്ട്. ആക്ച്വലി കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ആ ഒരു പ്രൈസിനുപരി സ്പീഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് സ്പീഡ് ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണ് എന്നുള്ളൊരു ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഒരുപാട് സ്പീഡ്, അതായത് സ്പീഡ് കണക്ഷൻ ഒരുപാട് കാശ് കൊടുത്ത് അധികം സ്പീഡുള്ള കണക്ടിവിറ്റിയൊക്കെ എടുക്കാറുണ്ട്. സോ നമുക്ക് എത്ര സ്പീഡ് ആവശ്യമുണ്ട് ആക്ച്വലി ഒരു ബ്രോഡ്ബാൻഡ്? ആക്ച്വലി സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുമ്പോൾ പ്രധാനമായും ഒരു 4 കാര്യങ്ങളായിട്ട് നോക്കുക. ആദ്യം നമുക്ക് റിക്വയർമെന്റ്, അതായത് ഇപ്പം നമ്മളുടെ റിക്വയർമെന്റ് എന്താണ്, അതായത് നമ്മുടെ ആവശ്യം, നമുക്ക് എത്ര സിസ്റ്റം ഉണ്ട്, എത്ര മൊബൈൽസ് ഉണ്ട്, എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വേണം സ്പീഡ് നോക്കാനായിട്ട്. രണ്ടാമത് പറയുന്നത് സ്പീഡ് നമ്മൾ എന്നിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. സ്പീഡ് ചൂസ് ചെയ്തതിന് ശേഷം പ്രൈസ് നോക്കുക. പ്രൈസും നമുക്കറിയാം, ഈ പറഞ്ഞാൽ ഒരേ സ്പീഡിൽ തന്നെയാണെങ്കിൽ പല നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് പല പ്രൈസുകളിൽ കൊടുക്കുന്നുണ്ട്. സോ പ്രൈസ് നോക്കുക. അതിനുശേഷം അവൈലബിലിറ്റി നോക്കുക. കാരണം നമ്മൾ പ്രൈസും സ്പീഡും എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല ഒരു സർവീസ് പ്രൊവൈഡർ. സോ ഈ ഒരു 4 കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുക. റിക്വയർമെന്റ് നോക്കുക, സ്പീഡ് നോക്കുക, അതിനുശേഷം പ്രൈസ് നോക്കുക, പിന്നെ അഫ്കോഴ്സ് അവൈലബിലിറ്റി ആണെങ്കിൽ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. ഇപ്പം നമ്മൾ നോർമലി മൊബൈൽ യൂസേഴ്സ് ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കാനായിട്ട് മൊബൈൽ യൂസേഴ്സ് ഉള്ളൂ, അധികം ആൾക്കാരില്ല. 2-3 മൊബൈൽസ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. വേറെ അധികം യൂസ് ഒന്നും വരുന്നില്ല. അത്യാവശ്യം ഒരു TV യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബാക്കിയുള്ള യൂട്യൂബ് ആണെങ്കിലും ആമസോൺ പോലുള്ള നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എത്ര MBPS നെറ്റ് വേണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അധികം സ്പീഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി നല്ല പ്രോപ്പറായിട്ട് കിട്ടുന്ന ഇൻ്റർനെറ്റ് ആണെങ്കിൽ നോർമലി ഒരു 30 MBPS-ലാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. അതായത് 30 MB സ്പീഡ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഇത്രയും മൊബൈലുകൾ കണക്ഷൻ കിട്ടും. ഈ പറഞ്ഞ നമ്മുടെ TV യിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അധികം MBPS-ൻ്റെ ആവശ്യം അവിടെ നമുക്ക് വരുന്നില്ല. ഒരു 30 MBPS-ലാണെങ്കിൽ നടക്കും. റിക്വയർമെന്റ് അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ എവിടെയാണ് നമുക്ക് 30 MBPS അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള 60 MBPS, 100 MBPS അല്ലെങ്കിൽ 1 GB MBPS ഒക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് അതിൽ കൂടുതൽ വരികയാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ ഗെയിം കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ വളരെ ഹൈ സ്പീഡ് ആവശ്യമുള്ളതെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ HD സ്ട്രീമിംഗ്, അതായത് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ ഹൈ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ HD-യിൽ 4K-യിലൊക്കെ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ നോർമലി ഒരു 100 MBPS 200 MBPS ഒക്കെ എടുക്കുന്നതിൽ തെറ്റില്ല. അത്തരത്തിൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ 100 MBPS 200 MBPS ഒന്നും എടുക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് ആ ഒരു പ്ലാനുകൾ എടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ്റ്റൽ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലുകളിൽ അവിടങ്ങളിലൊക്കെ നമ്മളൊരു കണക്ടിവിറ്റി എടുക്കുമ്പോൾ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുക്കുമ്പോൾ ശരിയാണ് ആ നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുമ്പോൾ അതനുസരിച്ച് ഡേറ്റ കൂടുതൽ ട്രാൻസ്ഫറിങ് നടക്കും. അപ്പോൾ സ്പീഡ് കൂടുതലുള്ളത് നല്ലതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഈ 100 MBPS 200 MBPS ഒക്കെ എടുക്കാം. അതും ആ ഒരു സ്പീഡും നമുക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ 1 Gbps-ന്റെ കാര്യം പറയുകയാണെങ്കിൽ 1 Gbps ഇന്റർനെറ്റ് ഇപ്പോൾ ലഭ്യമാണ്. പല നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിൽ 1 Gbps നെറ്റ്വർക്ക് കൊടുക്കുന്നുണ്ട്. ഈ 1 Gbps-ൽ പ്രധാനമായിട്ടും നമുക്ക് റിക്വയർമെന്റോട് നോക്കണം. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ പ്ലാൻ എടുക്കണമെന്നില്ല. ആക്ച്വലി നമ്മൾ നോക്കാം, നമ്മുടെ റിക്വയർമെന്റോട് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു എഡിറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ അപ്ലോഡിങ് കൂടുതലായിട്ട് വരുന്ന വർക്കുകൾ ചെയ്യുന്ന ആളുകളോ, അല്ലെങ്കിൽ സ്ട്രീമിംഗ് തന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ ഹൈ എൻഡ് സ്ട്രീമിംഗ്, ഗെയിമിംഗ് 4K സ്ട്രീമിംഗ്, അങ്ങനെയുള്ള HD ഹൈ ഡെഫിനിഷൻ 3D പോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന, ഗ്രാഫിക്സ് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഓക്കെ 1 Gbps അപ്ലോഡ് ഡൗൺലോഡ് ഒക്കെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് എടുക്കുന്നതിൽ വളരെ നല്ല തന്നെയാണ് ഇത്തരം ഹൈ എൻഡ് പ്ലാനുകൾ. അല്ലാതെ നമുക്ക് നോർമൽ രീതിയിൽ ഈ ഒരു പ്ലാന്റ് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അത് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുക. കണക്ടിവിറ്റി ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ 1 Gbps പ്ലാനിലോട്ടും മറ്റും കിടക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1 Gbps-ന്റെ പ്ലാനും കാര്യങ്ങളുടെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല.
നോർമലി ഒരു ഈ പറഞ്ഞ സ്പീഡുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കും. എന്നിട്ട് നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ മേ ബി അത് സർവീസ് പ്രൊവൈഡറായിട്ട് കോൺടാക്ട് ചെയ്യാം. സ്പീഡ് ഇഷ്യൂ പോലുള്ള സ്പീഡ് കുറവായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന ആ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്, അല്ലാണ്ട് നമ്മുടെ എടുത്തേക്കുന്ന പ്ലാനിൻ്റെ ഇഷ്യൂ കൊണ്ടല്ല അത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്പീഡിൻ്റെ കാര്യം സംസാരിച്ചു, റിക്വയർമെൻറ്റും സംസാരിച്ചു, അതനുസരിച്ച് സ്പീഡ് ഇത്ര വേണമെന്ന് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൈസിങ്ങും നോക്കുക. കാരണം ഇപ്പോൾ നോർമലി ഈ ഒരു 60 Mbps ആയാലും 100 Mbps ആയാലും 1 Gbps ആയാലൊക്കെ ഒരുപാട് ഒട്ടുമിക്ക എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യനെറ്റ്, ജിയോ, എയർടെൽ, കേരള വിഷൻ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രൊവൈഡേഴ്സും തന്നെ ഈ ഒരു സ്പീഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രൈസിംഗ് കൂടി നോക്കുക. നമ്മൾ ഈ ഒരു താരതമ്യം ചെയ്യുക. എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഇതിന്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രൈസിംഗും കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. ഈ ഒരു സെയിം പ്ലാൻ, അതായത് ഈ ഒരു സ്പീഡിൽ 100 Mbps ആയാലും 200 Mbps ആയാലും 30 Mbps ആയാലും ആ ഒരു സ്പീഡിൽ കിട്ടുന്ന ആ ഒരു സ്പീഡിൽ കിട്ടുന്ന പ്രൈസിങ് എത്രയാണെന്നുള്ളതും കൂടി ഇവാലുവേഷൻ ചെയ്യുക. പ്രൈസിങ് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു അവൈലബിലിറ്റി കൂടി നോക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ ലോക്കൽ ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരവിടെ അവൈലബിലിറ്റി നമ്മുടെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, ഫൈബർ കണക്ടിവിറ്റി ആണെങ്കിൽ അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് മനസ്സിലാകുകയും അങ്ങനെ കണക്ഷൻ എടുക്കുകയും ചെയ്യാം. സോ നമ്മൾ പ്രത്യേകം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇപ്പോൾ പലവരും ചോദിക്കുന്നത് 1 Gbps സ്പീഡിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ 1 Gbps എങ്ങനെയാണ് എടുക്കുന്നത് നല്ലതാണോ എന്നൊക്കെ. സോ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ചുരുക്കം എന്ന് പറഞ്ഞാൽ, നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഒരു ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.